ജൈവികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പരിണാമപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും തിരഞ്ഞെടുക്കേണ്ടതെന്ന് പറയുന്നത് പെണ്ണാണ്. എല്ലായ്പ്പോഴും പെണ്ണാണ് തിരഞ്ഞെടുക്കേണ്ടത്. ആണ് പെണ്ണിനെ അല്ല, പെണ്ണ് ആണിനെയാണ്. അതിനൊരു കാരണമുണ്ട്. ഒരാണിൻ്റെ പലതരത്തിലുള്ള കഴിവുകൾ, അവൻ്റെ ആരോഗ്യസ്ഥിതി, അവൻ്റെ മറ്റിതര ശേഷികൾ, ബുദ്ധി, സാമർഥ്യം, പഴയ കാലത്താണെങ്കിൽ വേട്ടയാടാനുള്ള കഴിവ്, കരുത്ത്, സംരക്ഷിക്കാനുള്ള ശേഷികൾ, ഇതെല്ലാം കണ്ട് പഠിച്ച് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് ഒരു പെണ്ണ് ആണിനെ തിരഞ്ഞെടുക്കുന്നത്. അതെന്തിനെന്നാൽ തലമുറകൾ എന്ന് പറയുന്നത് സുരക്ഷിതമായി ആരോഗ്യകരമായൊരു തലമുറകളെ സൃഷ്ടിക്കുക എന്ന് പറയുന്ന വലിയൊരു ഉത്തരവാദിത്വം അവളിൽ സഹജമായി തന്നെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് പ്രകൃതിപരമായിട്ടും ജൈവികമായിട്ടും പരിണാമപരമായിട്ടും എല്ലായ്പ്പോഴും പെണ്ണ് ആണിനെ തന്നെ തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ അങ്ങനെ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് സാമൂഹികമായി അത്തരമൊരു സംവിധാനം വരുമ്പോൾ സ്വാഭാവികമായിട്ടും പല ആണുങ്ങളും തടയപ്പെടും. തിരഞ്ഞെടുക്കുക എന്ന് പറയുന്ന ആ ഒരു അധികാരത്തിലെ ശ്രേണിയിലേക്ക് പെണ്ണ് വരുന്നതോടുകൂടി ഒരുപാട് ആണുങ്ങൾക്ക് പെണ്ണ് കിട്ടാതാകും. വിവാഹ ജീവിതം പോലും സാധ്യമാകാതെയാകും. കാരണം തിരഞ്ഞെടുക്കാൻ പെണ്ണ് സ്വാഭാവികമായിട്ടും വെറുതെ ഒരാളെ തിരഞ്ഞെടുക്കില്ല. അവൻ്റെ കഴിവുകളെ പഠിച്ച് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രമേ തിരഞ്ഞെടുക്കൂ. അപ്പോൾ ഒരുപാട് ആണുങ്ങൾ പിന്തള്ളപ്പെടും. അതിനെതിരെയാണ് പാട്രിയാർക്കൽ സൊസൈറ്റി കൃത്യമായിട്ട് പെണ്ണ് അല്ല തിരഞ്ഞെടുക്കേണ്ടത്, ആണ് എന്ന രീതിയിലേക്ക് അത് മാറ്റിക്കളഞ്ഞത്.